പെട്ടെന്ന് പഠിക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പാടാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയ്യോ വേണ്ട, അത് ശരിയാവില്ല, നമുക്ക് ആദ്യം ഒന്ന് പ്രിപ്പയർ ചെയ്ത് സ്വയം പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇനി ക്ലാസ്സിന് പോകാം എന്നൊക്കെ വിചാരിച്ചിട്ട് മടി പിടിച്ചിരിക്കും. സ്വയം പ്രിപ്പറേഷൻ നടക്കുകയില്ല, ക്ലാസ്സിന് പോക്കും നടക്കില്ല. അങ്ങനെ എൻ്റെ ഒരു എന്താ പറയുക, മ്യൂസിക് ക്ലാസ് ഒരിക്കലും ഒരു കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ടില്ല. ഞാൻ എന്താ പറയുക, നാട്ടിലായിരുന്ന സമയത്താണ് കൂടുതലും മ്യൂസിക് ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. ചെന്നൈയിൽ വന്ന സമയത്ത് ഞാനൊരു 4-5 ഗുരുക്കന്മാരുടെ അടുത്ത് പോയിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്ത് വരെ പുതിയ ഗുരുക്കന്മാരെ അന്വേഷിച്ച് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ക്ലാസ്സിനും പോയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അത് നടക്കുന്നില്ല. ഇപ്പോൾ പക്ഷേ ഭയങ്കര താല്പര്യമുണ്ട്, പഠിക്കാനുള്ള ഒരു ആവേശമുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ സമയത്തിൻ്റെ ഒരു പ്രശ്നവും കൂടെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കിളിച്ചുണ്ട മാമ്പഴത്തിലെ ആ കസവിൻ്റെ തട്ടമിട്ട് എന്ന് പറഞ്ഞ ആ ഗാനം അതെങ്ങനെയാണ് വിനീതിനെ തേടിയെത്തുന്നത്? പ്രിയനങ്ങളാണ് സിനിമയിലേക്ക് അവസരം തരുന്നത്. അപ്പോൾ പ്രിയനങ്ങൾ എന്നെ വിദ്യാസാഗർ സാറിൻ്റെ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ വെച്ച് ഇവർ പാടിച്ചു എന്നെ. ആ പാട്ടിൻ്റെ ട്യൂൺ സാറിങ്ങനെ പഠിപ്പിച്ചു തന്നു. എന്നിട്ട് എന്നോട് ജസ്റ്റ് മൈക്കിൽ ഇങ്ങനെ പാടാൻ പറഞ്ഞു. അപ്പോൾ ഒരു സ്റ്റാൻസ കഴിഞ്ഞപ്പോഴേക്കും വിദ്യാസാഗർ സാറ് എന്തോ പ്രിയനങ്ങളുടെ അടുത്ത് ഇങ്ങനെ തലയാട്ടുന്നതൊക്കെ കണ്ടു ഞാൻ. അതിനുശേഷം പുറത്തിറങ്ങിയപ്പോൾ പ്രിയനങ്ങൾ പറഞ്ഞു 4 ദിവസം കഴിഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യാമെന്നാണ് പറയുന്നത്, നീ അതിൻ്റെ ട്രാക്ക് ടേപ്പിൽ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിലെ അവസരം. അച്ഛനായിട്ട് എങ്ങനെയാണ്? അച്ഛനായിട്ട്, അതായത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഒരിക്കലും നമ്മുടെ കരിയർ വിഷയത്തിലൊന്നും ഒരിക്കലും ഇടപെടാറില്ല. എന്താ പറയുക, ഇപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് അച്ഛൻ്റെ ഒരു പോളിസി. അപ്പോൾ അച്ഛൻ ഒരിക്കലും ഇടപെടില്ല ഇങ്ങനത്തെ. പക്ഷേ മറ്റൊരു കാര്യം ചോദിച്ചാൽ, കിളിച്ചുണ്ട മാമ്പഴത്തിലെ ഗാനം കഴിഞ്ഞ് താങ്കൾ ഏറ്റവും പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നത് ഉദയനാണ് താരത്തിലെ കരളി എന്നുള്ള പാട്ട്. പക്ഷെ അതിനിടയ്ക്കും വന്ന ചാൻസുകൾ നല്ലത് നോക്കി മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ അതിലൊരു വേർതിരിവ് ഒരു തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അച്ഛൻ സഹായിച്ചില്ലേ വിനീതിനെ? ഇല്ല, അച്ഛൻ ഇടപെടാറേ ഇല്ല. തീരെ ഇടപെട്ടില്ല എന്ന് പറയുന്നത് ഒരു അല്ല. ഉദയനാണ് താരം കഴിഞ്ഞതിന് ശേഷം എനിക്കങ്ങനെ പാട്ടുകളുടെ ഒരു പ്രളയമൊന്നും ഉണ്ടായിരുന്നില്ല. ഉദയനാണ് താരം വന്നതിന് ശേഷമാണ് കുറച്ച് ശ്രദ്ധിക്കപ്പെട്ടത്. അതിനുശേഷം ചാന്തുവോട്ട് വന്നു. ചാന്തുവോട്ടിന് ശേഷമാണ് പിന്നെ ദീപക് ദേവ് അദ്ദേഹമൊക്കെ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് മെല്ലെ മെല്ലെ പാട്ടുകളുടെ എണ്ണം കൂടി വന്നത്. പിന്നെ ചാന്തുവോട്ടും അതുപോലെ അതിനുശേഷം നരൻ അതൊക്കെ വരാൻ തുടങ്ങിയപ്പോഴേക്കും മ്യൂസിക് ഡയറക്ടേഴ്സ് ശ്രദ്ധിച്ചു തുടങ്ങി. അതിനുശേഷം കുറച്ച് അവസരങ്ങൾ വന്നു. ഇതിനോടൊപ്പം പാടുന്നതിനൊപ്പം തന്നെ അഭിനയത്തിൽ ഭയങ്കര താല്പര്യമുണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അഭിനയിക്കാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന്. പക്ഷേ ഈ ആദ്യകാലത്ത് അഭിനയത്തിലൊരു പരീക്ഷണം നടത്താൻ മുതിർന്നില്ലേ? അല്ല, അഭിനയിക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് സിനിമയോട് മൊത്തത്തിൽ എനിക്കൊരു താല്പര്യം. അഭിനയിച്ചാൽ കൊള്ളാം എന്നുള്ള ഒരു രീതി ഇപ്പം വന്നല്ലോ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അതെ, അല്ലെങ്കിൽ മുഖം കാണിക്കില്ലല്ലോ, പാട്ടുകാരനായിട്ട് മാത്രം അങ്ങ്. അല്ല, ഇപ്പം ഞാൻ എന്താ പറയുക, എനിക്കൊക്കെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളൊരിക്കലും ഒരേ കാര്യം ചെയ്തിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് നയിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ഇപ്പോൾ ചേട്ടൻ്റെ കാര്യം എടുത്താലും ഒരേ ഫേമിൽ തന്നെ ഒരേ കാലം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു മടുപ്പ് വരുമല്ലോ, പുതിയൊരു ലോകം കണ്ടെത്തുന്നത്. അതെ, അപ്പം നമ്മൾ സക്സസ് ആയാലും ഇല്ലെങ്കിലും നമ്മൾ പുതിയ മേഖലകളിലേക്ക് എക്സ്പാൻഡ് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് നമ്മൾ പരീക്ഷ നോക്കിയാലേ അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുള്ളൂ എന്ന് അറിയുള്ളൂ. അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മലയാളിയിൽ ഇത്രത്തോളം ഇൻവോൾവ് ആയിട്ട് ജെയ്ക്സിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്യും. കാരണം നമുക്കിഷ്ടമുള്ള പാട്ട് നമുക്കിഷ്ടമുള്ള രീതിയിൽ വിഷ്വൽ ചെയ്യാൻ പറ്റുന്നു, നമുക്കിഷ്ടമുള്ള രീതിയിൽ അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നു എന്നൊക്കെ പറയുന്നത് അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്ലേ ബാക്ക് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്, സ്റ്റേജ് ഷോസ് എൻജോയ് ചെയ്യുന്നുണ്ട്, ആൽബംസ് എൻജോയ് ചെയ്യുന്നുണ്ട്. എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ആസ്വദിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ പോകണമെന്നുണ്ട്. ഒരുപക്ഷെ മലയാളിയിൽ അഭിനയിച്ചു, ഇപ്പോൾ പുതിയ ഉദയസൂര്യനിൽ അഭിനയിച്ചു, പുതിയൊരു ചാൻസ് വന്നു കഴിഞ്ഞു. ജോണി ആൻ്റണിയുടെ സൈക്കിളിൽ താങ്കളാണ് നായകൻ. അപ്പം പുതിയ അതായത് സിനിമയിലേക്ക് നായകനാകാൻ പോവുകയാണ്. അതിന് മാത്രമുള്ള പ്രിപ്പറേഷനൊക്കെ ആയോ? അഭിനയത്തിനോടുള്ള അത്രത്തോളം പ്രിപ്പറേഷനൊക്കെ താങ്കൾ നടത്തുന്നുണ്ടോ? അതൊക്കെ പൂർണ്ണമായോ? അല്ലെങ്കിൽ നമുക്കറിയാം, ഒരു അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ച ആളാണ് താങ്കളുടെ പിതാവ്. ശരിക്കും ഒരു വീട്ടിൽ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടെന്ന് കഴിഞ്ഞ ദിവസം ഒരു മാസികയിൽ ഞാൻ വായിച്ചു. അപ്പോൾ അഭിനയിക്കുന്ന കാര്യത്തിൽ കണ്ടുപഠിക്കാൻ നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല, വീട്ടിൽ തന്നെ ഉണ്ട്. പക്ഷെ അതിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി കഴിഞ്ഞു. അല്ല, അതിപ്പോൾ എന്താ പറയുക, നന്നായിട്ട് അഭിനയിക്കുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ നല്ല നടനാവണമെന്നില്ലല്ലോ. അതില്ല, പക്ഷെ അങ്ങനെ കണ്ടുപഠിക്കാൻ പറഞ്ഞു തരാൻ ആളില്ലേ? പറഞ്ഞു തന്നാലും അഭിനയം അങ്ങനെ പറഞ്ഞു തന്നിട്ട് വരുന്ന കാര്യമല്ലല്ലോ. ഞാനിപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജെയിംസ് ഏട്ടൻ ഈ ഒരു സ്ക്രിപ്റ്റ് എൻ്റെ അടുത്ത് വന്ന് നറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ സിനിമയിൽ
ഒരു താല്പര്യം തോന്നിയിട്ടാണ്. അതിൻ്റെ ഒരു ഇൻ്റർവെൽ വരെയുള്ള ഒരു പോർഷൻ കേട്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞത്. സൈക്കിളിൻ്റെ. അപ്പോൾ സെക്കൻഡ് ഹാഫ് ഒന്നും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻ്റർവെൽ വരെ എൻ്റെ അടുത്ത് നറേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ കമ്മിറ്റ് ചെയ്തത്. അല്ലാതെ എനിക്ക് അഭിനയിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കിപ്പോഴും അറിയില്ല. ടോപ്പ് ടോക്ക് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ടെക്സ്റ്റൈൽസ്. ശ്രീലക്ഷ്മി നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള വസ്ത്രലോകത്തിൽ ആഘോഷങ്ങൾ തുടരുകയാണ്. മനസ്സിലുറപ്പിച്ചു, മൂല്യം ശ്രീലക്ഷ്മിയിൽ തന്നെ. വിനീതിന് ഇപ്പോഴും ഉണ്ട് ഒരു കൗമാരക്കാരൻ്റെ ഒരു നാണവും അതുപോലെയുള്ള എല്ലാവരും പറയുന്നത് നമുക്ക് കാണുന്നതാണ്. ആക്ച്വലി ചെറിയൊരു മടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇതിൽ നിന്നൊക്കെ അങ്ങ് മാറാൻ ശ്രമിക്കുന്നുണ്ടോ? മാറണ്ടേ? ശ്രമിക്കാം. സിനിമയിലേക്ക് ഒരു പൂർണ്ണനായി വരികയാണെങ്കിൽ ഇതൊക്കെ കുറച്ച് മാറ്റിയെടുത്തേണ്ടി വരില്ലേ? അതെ, ഞാൻ ശ്രമിക്കാം. നമുക്ക് പാട്ടിന്റെ കാര്യത്തിൽ തന്നെ തിരിച്ചു പോയാൽ, അതായത് ഭരതത്തിലെ രാമകഥ എന്നുള്ള ഗാനം, ചിരിയോ ചിരിയിലെ 7 സ്വരങ്ങൾ, അതുപോലെ സ്ട്രെയിൻ ചെയ്ത് പാടിയ ഒരുപാട് ഗാനങ്ങളുണ്ട്. യേശുദാസ്, MG ശ്രീകുമാർ, അങ്ങനെ പല ഗായകരും. ആ സമയത്തൊക്കെ വിനീത് ഇപ്പം പാടുന്ന പാട്ട് സിമ്പിളാണെന്നല്ല പറയുന്നത്, പക്ഷേ സ്ട്രെയിൻ ചെയ്ത് പാടിയ പാട്ടുകൾ വളരെ കുറവാണ്. അധികം സ്ട്രെയിൻ ചെയ്ത് പാടിയില്ല. അപ്പൊ ആ സമയത്ത് സ്ട്രെയിൻ ഉണ്ടാവാം, പക്ഷെ അത്രത്തോളം വലിയ ഗാനങ്ങളും പക്ഷെ ആ സമയത്തൊരു ഭയം, അല്ലെങ്കിൽ എനിക്കിത് കഴിയോ എന്ന് തോന്നിയ വിനീതിന് ഇപ്പം ഏത് പാട്ടും പാടാൻ കഴിയും എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല. ഇല്ല, ദാസറൊന്നും പാടിയിട്ടുള്ള ആ ലെവലിലുള്ള പാട്ടുകളൊന്നും എനിക്കൊരിക്കലും പാടാൻ പറ്റില്ല. ഒരുപക്ഷെ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് അതിനുള്ള ഒരു എഫേർട്ട് ഭയങ്കരമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 10-20% അച്ചീവ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ജീവിതം എന്ന് പറയുന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടായിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലൈഫാണ്. നമ്മളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ പലതാണ്. നമുക്ക് പല മേഖലകളിൽ ഇങ്ങനെ എന്താ പറയുക, ഇഷ്ടം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു കോൺസെപ്റ്റ് തന്നെ ഇതാണ്, എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ നമ്മളിങ്ങനെ സഞ്ചരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ആ ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരാൾക്ക് എത്രത്തോളം എക്സെൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എഫേർട്ട് എടുക്കുന്നില്ല എന്നല്ല, തീർച്ചയായിട്ടും ഓരോരുത്തർ പാടുന്ന സമയത്ത് നമുക്കറിയാം ഏത് പാട്ടായാലും അതിൻ്റെതായ. ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു രീതിയിലേക്ക് അത്രത്തോളം വലിയ ലെവലിലേക്ക് നോ ചാൻസ്. അയ്യോ. അപ്പം നമ്മുടെ ഇപ്പോൾ താങ്കളുടെ ഒരു വലിയൊരു സുഹൃത്ത് വലയം, വിധു പ്രതാപ്, അങ്ങനെയുള്ള കുറേ ഗായകരും ഗായികമാരുണ്ട്. അപ്പം അവരിൽ നിന്നൊന്നും നമ്മൾ ഇതുപോലെയുള്ള ഗാനങ്ങൾ അത്രത്തോളം കഴിവുള്ള ആളുകൾ അല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു തോന്നലുണ്ടോ താങ്കൾക്ക്? ഞാനങ്ങനെ ആരുമായിട്ടും അങ്ങനെ കമ്പയർ ചെയ്യാറൊന്നുമില്ല. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബാക്കിയുള്ള സിംഗേഴ്സിനെ നോക്കി പല കാര്യങ്ങളും പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ പല സിംഗേഴ്സിൻ്റെയും കാർത്തിക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിംഗറാണ്. കാർത്തിക്കിൻ്റെ ഒരുപാട് മാനറിസംസ് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, എന്നത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മധുചേട്ടൻ, മധു ബാലകൃഷ്ണൻ, പിന്നെ അഫ്സൽക്കൊക്കെ വളരെ നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട്. ഞാനൊക്കെ 2005 ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പാടി വരുന്ന സമയത്തൊക്കെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ പാട്ടിൽ നോട്ട് ചെയ്തിട്ട് അതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കും എന്നൊക്കെ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് എനിക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമല്ലാതെ ഒരിക്കലും അയ്യോ അങ്ങനെയുള്ളൊരു പ്രശ്നമൊന്നുമില്ല. എനിക്ക് അങ്ങനെ ഇൻസെക്യൂരിറ്റി ഒന്നുമില്ല. പിന്നെ സംഗീത സംവിധായകർ എത്രത്തോളം സഹായിക്കുന്നുണ്ട്? അലക്സ് പോൾ പോലെയുള്ള പുതിയ സംഗീത തീർച്ചയായിട്ടും. അതായത് ഓരോ റെക്കോർഡിങ്ങും